നമസ്കാരം. വീണ്ടും ഒരു ബൊഗെയിൻവില്ല വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട ബൊഗെയിൻവില്ല വീഡിയോ, അതായത് ബൊഗെയിൻവില്ല മുളപ്പിക്കാം എന്നുള്ള വീഡിയോ നല്ല രീതിയിൽ റീച്ചായി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ ചെടിയെയും ഈ ബൊഗെയിൻവില്ലയെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാർ ഉണ്ടെന്നാണ്. സാധാരണ എൻ്റെ യൂട്യൂബിലെ വീഡിയോസിന് കിട്ടുന്നതിൻ്റെ ഇരട്ടി വ്യൂസാണ് ഈ ബൊഗെയിൻവില്ല മുളപ്പിക്കുന്ന വീഡിയോ കേട്ടിട്ടുള്ളത്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ട് സ്റ്റോക്കിൽ നമുക്കൊരു മൾട്ടി കളർ ഗ്രാഫ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോക്കുള്ള സാധനം വരട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റൂട്ട് സ്റ്റോക്ക്. ഇത്രയും വലിയ ഒരു കമ്പിലാണ് ഇന്ന് നമ്മൾ ഇതിനെ മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 3-4 കളർ എടുത്തിട്ടുണ്ട്. ഇതൊരു കളർ, പിന്നെ ഇത് വേറൊരു കളർ, ഇതൊരു ഓറഞ്ചാണ്, പിന്നെ ഇതൊരു റെഡ്. അങ്ങനെ മൊത്തം 4 കളറാണ് ഇന്നത്തെ ഈ ഒരു വലിയൊരു പ്ലാന്റിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ പ്ലാന്റ്. അപ്പോൾ ഇത്രയും വലിയ കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ കമ്പ് നിങ്ങൾ കൊണ്ടുവന്ന ഉടൻ ഇതിനെ നടാൻ വേണ്ടി ശ്രമിക്കരുത്, എങ്കിൽ അത് മുളയ്ക്കില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു കമ്പിനെ ഒരു ചണച്ചാക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഏതെങ്കിലും തുണിയിൽ ഒന്ന് ചുറ്റി അതിൽ വെള്ളവും നനച്ച് തണലുള്ള സ്ഥലത്ത് ഒരു ഷെയ്ഡിൽ ഒരു 2-3 ദിവസം അങ്ങനെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ തടി കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് ആവുകയും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ മുള ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതുപോലത്തെ വലിയ മുട്ടുകളിൽ നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യരുത്. അതിന് പകരം ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുക. ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങും മുന്നേ നമ്മൾ ആദ്യം എടുത്തു വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതാണ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യം, നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ കട്ടിങ്സാണ്. അത് കഴിഞ്ഞ ആവശ്യം ഇതുപോലത്തെ ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. ഇത് നിങ്ങളുടെ ഓൺലൈനായിട്ട് കിട്ടും, അല്ലാതെ വാങ്ങാൻ കിട്ടും. പിന്നെ സാഫ്, പിന്നെ കത്തി, ബ്ലേഡ്. ഞാൻ എടുത്തിരിക്കുന്ന പുതിയ ബ്ലേഡാണ്. നല്ല വൃത്തിയായി ഈ കത്തി വയ്ക്കണം എന്നുള്ളൊരാവശ്യം മാത്രമേ ഉള്ളൂ. ഒന്ന് കഴുകി ഒന്ന് തുടച്ചാൽ മാത്രം മതി. നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സാഫ് ചെറുതായിട്ട് വെള്ളത്തിൽ കലക്കി ഈ ഭാഗത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. നല്ല വൃത്തിയായിട്ടും തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ ഇതിൽ ഫംഗസ് ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് ഈ ഭാഗം, ഈ സൈഡെല്ലാം ഒന്ന് ചെത്തി ഒതുക്കി കൊടുക്കണം. ഉണ്ടല്ലോ, ഇതുപോലെ ചെത്തി ഒന്ന് നല്ല വൃത്തിയാക്കി വയ്ക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് നമ്മുടെ എന്നെ പോലത്തെ സാധാരണ ബൊഗെയിൻവില്ല പ്രേമികൾക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ല എക്സ്പെർട്ടായ ആൾക്കാർ കാണും. അവർ ഈ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല, കാരണം അവർ കിടിലങ്ങളാണ്. പോയോ ആര് എന്നെ അടിച്ചവൻ അവിടെ നിൽക്കണ പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എൻ്റെ വായന്തലങ്ങനെ അപ്പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഇത് മാത്രമല്ല, വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബൊഗെയിൻവില്ല വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതും നിങ്ങൾ കാണുക. കണ്ട് നിങ്ങൾ ബൊഗെയിൻവില്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം ഒരാളെ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പല വീഡിയോസ് കണ്ട് നിങ്ങളതായിട്ടുള്ള ഒരു രീതി അവലംബിച്ചിട്ട്
നിങ്ങൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ 100% സക്സസ്. ഇനി നമ്മൾക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു ബ്ലൈഡാണ്. അപ്പം ഇനി ഇത് നമ്മളിതെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ ബ്ലൈഡിനെ ഇതുപോലെ ഒന്ന് വളച്ച്, ഇപ്പോൾ ഇത് 4 കളറാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തൊലി മാത്രം ഒന്ന് അകത്തി ഇതേപോലെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നിങ്ങൾ ചെയ്ത് പഠിക്കും. അപ്പോൾ അതിനെ നമ്മളാദ്യം കുറച്ച് ഇതിൻ്റെ ഇലയെല്ലാം ഒഴിവാക്കും. നമുക്ക് ഏകദേശം ഒരു 2-2.5 ഇഞ്ച് മതി, ഇത് ഇത്രയും മതി. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ ആപ്പിൻ്റെ പരുവത്തിൽ ഒന്ന് ചെത്തുക. ഇതുപോലെ ഈ തൊലിയും നമ്മൾ ചേർന്നിരിക്കണം. അല്ല, ഈ ഒരു തൊലിയും ഇതിൻ്റെ തൊലിയും ചേർന്നിരിക്കണം. എന്നിട്ട് നല്ല രീതിയിൽ ഇറക്കി വയ്ക്കണം ഇതുപോലെ. ഓക്കെ, അതുപോലെ ബാക്കി എല്ലാം ഇതേപോലെ ചെത്തിയെടുക്കണം. റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കാനുള്ള ഒരു ചെടി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളതിനെ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കണം. അതായത് നിങ്ങളിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്ന സമയം അനുസരിച്ച് ഇത് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറയും. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ ടേപ്പാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്, അതിന് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നല്ല രീതിയിൽ ചുറ്റി നല്ല ബലത്തിൽ ഇതിനെ ചുറ്റി നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്ത്? ഇനി ഇതിൻ്റെ പുറത്ത് ഒരു കവർ ഇട്ട് വയ്ക്കും. അടുത്തിനി വേണ്ടത് ഇതുപോലൊരു കവറാണ്. ഇപ്പോൾ കവറിൻ്റെ കിടക്കുന്നത് ഈ സാഫ് കലക്കിയ വെള്ളമാണ്. അതായത് ഇതിനകത്തൊരു ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ കവർ കൊണ്ട് ഇനി മൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യാം. ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ കിട്ടും. അതിനെ ഇതേപോലെ വെച്ച് നല്ല രീതിയിലൊന്ന് എയർ കയറാത്ത രീതിയിൽ ഒന്ന് കെട്ടി, അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിത് ശരിക്കും ഇതിൽ പിടിക്കുമോ എന്നറിയാൻ വേണ്ടി ഒരാഴ്ച മതി. ഒരാഴ്ചയാകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ മുകുളങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 30 ദിവസം കഴിയുന്ന സമയത്ത് ഇതിൽ അതായത് അത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ ഒരു 30 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൽ നിറച്ച് പുതിയ മുകുളങ്ങൾ വരും. അപ്പോൾ അല്പം ഒന്ന് വളരും. അപ്പോൾ ഉടൻ തന്നെ ഇതിനെ ഇളക്കി കളയരുത്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്, ചെറുതായിട്ടൊന്ന് ഒരു ഹോള് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇളക്കി മാറ്റാവൂ, അല്ലെങ്കിൽ ചീത്തയായി പോകും. 2-3 പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ വേരില്ലാത്ത ചെടിയിൽ നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്ത ഉടൻ തന്നെ നടാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ആ റൂട്ട് സ്റ്റോക്കും പിടിച്ചു കിട്ടും. അടുത്ത് നമ്മുടെ ചെറിയ ഒരു കമ്പിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ തന്നെ ഉള്ള കമ്പ് തന്നെയാണ് ഇത്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു കമ്പാണ്. ആദ്യം നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം.
എന്നിട്ട് ഒന്ന് നടുവേ ഒന്ന് കീറണം. അത് കഴിഞ്ഞ് നേരത്തെ പോലെ തന്നെയാണ് അങ്ങനെ ഇതിനകത്തേക്ക് ഒന്ന് തൊലിയോട് തൊലി ചേർത്ത് ഇറങ്ങിക്കണം. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഒന്ന് ഇതേപോലെ ഒന്ന് നടുക്കി, അത് കഴിഞ്ഞ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസമായ ഒരു ചെടിയാണ്. നമ്മൾ നട്ടിട്ട് ഏകദേശം 50 ദിവസമായ ചെടിയാണ്. അതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 30 ദിവസം ആയതേ ഉള്ളൂ. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് പിടിക്കാത്തതാണ്. കാരണം ഇതെല്ലാം പരീക്ഷണമായിരുന്നു, ആദ്യമേ ചെയ്ത് പരാജയപ്പെട്ടതാണ് ഈ കൊമ്പിൽ. ഇത് നമ്മൾ കാണാൻ മനസ്സിലായി, ഇതിനകത്ത് കവറിനകത്ത് മുളകൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എല്ലാം പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിൽ ഇവിടെ ഒരു ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിയുമ്പോൾ ഇതിനെ ഇളക്കി മാറ്റും. അപ്പോൾ ഈ ചെടിയിൽ ഇപ്പോൾ 2 കളറാണ്, കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇത് 50 ദിവസമായ ചെടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 50 ദിവസമായി. അപ്പോൾ ഇതിൽ പൂവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ആ കെട്ട് നമ്മൾ അഴിച്ച് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്ട ഈ ഗ്രാഫ്റ്റിങ് ഇനി കെട്ടി വെച്ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോകും. ഇവിടെയും വണ്ണമുണ്ട്, ഇവിടെയും വണ്ണമുണ്ട്, ഇവിടെ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഒന്ന് ഇതിനെ പെട്ടെന്ന് തന്നെ ഇളക്കി മാറ്റി കൊടുക്കണം. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, നിങ്ങൾ വെയിലത്ത് നിൽക്കുന്ന ചെടി നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാമോ എന്ന്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെയിലത്ത് നിൽക്കുന്ന ചെടി നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. നിങ്ങളത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തൊരു പേപ്പറിൻ്റെ കവർ ഇട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത കവറിൻ്റെ പുറത്തുകൂടെ ഒരു പേപ്പർ കവർ ഇട്ട് വെച്ചാൽ മതി. അതായത് ഡയറക്റ്റായിട്ട് വെയിലടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് പറയാൻ പോകുന്നത് കുറച്ച് ബൊഗെയിൻവില്ല ടിപ്പുകളാണ്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏത് സമയത്താണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല സമയം എന്നുള്ളത്. ഞാൻ പറയും മഴക്കാലമാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല സമയം. നിങ്ങൾ വേനൽക്കാലത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റൂട്ട് സ്റ്റോക്ക് നശിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നശിക്കുമെന്നല്ല പറയുന്നത്, കൂടുതലാണ്. അതുപോലെ തന്നെ വെയിലത്ത് നിൽക്കുന്ന ചെടി, അതായത് നമ്മുടെ പുറത്ത് നിൽക്കുന്ന ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാമോ എന്ന് ചില ആൾക്കാർക്ക് സംശയം കാണും. ഉറപ്പായിട്ടും അതും ഗ്രാഫ്റ്റ് ചെയ്യാം. നിങ്ങളത് ഗ്രാഫ്റ്റ് ചെയ്തതിനു ശേഷം ഗ്രാഫ്റ്റിംഗ് കവറിൻ്റെ പുറത്തായിട്ട് ഒരു പേപ്പർ കവർ ഇട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചാൽ മതി. അതായത് പറന്നു പോകാത്ത രീതിയിൽ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അടുത്ത ഒരു കാര്യം, വെള്ളം നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തും അല്ലാതെയും. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ തണലത്തെ വയ്ക്കാവൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ തണലത്ത് വയ്ക്കുക. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കൊണ്ട് വെള്ളം ഒഴിച്ചു കളയരുത്. എങ്കിൽ അതിൻ്റെ മൂഡ് അഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് തണലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേപ്പറൈസ് ചെയ്ത് പോകാനുള്ള ഒരു ഇതില്ല. അപ്പോൾ മൂഡ് അഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട ബൊഗെയിൻവില്ലയുടെ വീഡിയോയ്ക്ക് ബൊഗെയിൻവില്ല പ്രേമികൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു തുടക്കക്കാരൻ്റെ നിലയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം ഇതിനേക്കാളിലും കിടിലമായിട്ട് നല്ല എക്സ്പീരിയൻസോടെ വീഡിയോ ചെയ്ത്, അല്ലെങ്കിൽ ഇത് ബൊഗെയിൻവില്ലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് വീഡിയോസ് ഇഷ്ടംമാതിരി യൂട്യൂബിലുണ്ട്. നിങ്ങൾ കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവും. കാരണം ഞാൻ തന്നെ ഉദാഹരണമാണ്. കാരണം ഞാൻ ചെറിയ സമയം കൊണ്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തത്. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെടി തന്നെ മനസ്സിലാവും, ഇത് 2 കളറാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.